പതുക്കെ പോട്ടെ ഞാനൊരു വീഡിയോ ഇട്ടയ്യാം. പതുക്കെ പൊയ്ക്കോ. ഇത് എവിടെ നിന്നാണ് വെള്ളം വരുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? അതിവിടെ ഡാമാണ്. അല്ലല്ല, മൂഴിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. ഇതാണ് പെൻസ്റ്റോക്ക്. ഇടുക്കി ഡാമിൻ്റെ ജനറേഷൻ എവിടെയാണ്? എത്ര ദൂരെയാണ്? 40 കിലോമീറ്റർ. റോഡിൽ കൂടെ വന്നാൽ സ്ട്രെയിറ്റ് വന്നാൽ 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ പെൻസ്റ്റോക്ക് ട്രീയാണ് വെച്ചിരിക്കുന്നത്. തണലാണ്, പെൻസ്റ്റോക്ക് അല്ലാതെ തണലാണ്. പാറ തുരന്നാണ് വരുന്നത്. അതല്ലേ ഏറ്റവും കൂടുതൽ കറണ്ട് കിട്ടുന്ന സ്ഥലമല്ലേ അവിടെ. അടിപൊളി. അവിടെ അല്ലേ നമ്മൾ ആദ്യത്തെ ജനറേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ. അടിപൊളി. രണ്ട് സൈഡും മലയാണ്. രണ്ട് സൈഡും മലയുടെ നടുക്കൂടെ നമ്മൾ പോവാണ്. ഒരു ഗുഹയിൽ കയറുന്ന സ്ഥലത്താണ് പലയിടത്തും. ചെടികൾ വളർന്നേ. അത് നല്ല. ആ വീഡിയോ ഞാൻ രാത്രി നോക്കി. നമ്മളെടുത്തേ ആ ഗുഹയിൽ കയറി പോകുന്ന കണക്കാണ്. നീ എടുത്തതേ ആ ഫോണിലെടുത്തത് നന്നായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് നിന്ന് അത് വേണ്ടാന്ന് വെച്ചു. എഡിറ്റൊന്നും ഞാൻ ചെയ്യില്ല. അതുപോലെ അപ്ലോഡ് ചെയ്താൽ വിടും. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം. എഡിറ്റ് ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം, ടൈറ്റിൽ കൊടുക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ എല്ലാം കാശുണ്ടാക്കണം. അവർ 2-3 തവണ എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. യൂട്യൂബുകാർ നിങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് ഇടാം, പൈസ തരാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, അഡ്വർടൈസ്മെൻറ്റ് കിട്ടണ്ട. എന്നിട്ടും ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണുന്നുണ്ടോ അതിൽ? പൈസ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. മില്യൺസ് മാസം കിട്ടുന്നവരുണ്ട് മലയാളികൾ. മില്യൺസ്. സുജിത് ഭക്തൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരുപാട് പേരുണ്ട്. അത് ഗംഭീരമല്ലേ. അത് അങ്ങേരുമായിട്ട് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങേര് അത്ര ഗംഭീരമാണ്. എന്ത് സ്റ്റഡി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതെന്ന്. വെറുതെ ഈ സുജിത് ഭക്തനൊന്നും അതിൻ്റെ 7 ലെവലിലേക്ക് എത്തില്ല. അയാളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്ഥലത്ത് പോകേണ്ട കാര്യമേ ഇല്ല. കംപ്ലീറ്റ് ഹിസ്റ്ററി പഠിച്ച് അത് അയാൾ മെൻഷൻ ചെയ്യും. അടിപൊളി. പൊയ്ക്കോ. ന്യൂട്രൽ ഇടാൻ പാടില്ല. പീയിലൊന്നും തൊട്ടാൽ മതി. പീ ആയല്ലോ. ന്യൂട്രലൊന്നും ഇടരുത് കേട്ടോ. വണ്ടി ഇറങ്ങി പോകും. സൂപ്പർ. ഞാൻ വീഡിയോ കണ്ടിട്ടിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയാന്ന്? ഡേയ് എന്തെങ്കിലും പറ. ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഇതാണ് ഗവിയിലേക്ക് പോകുന്ന വഴി. ആ കോട മഞ്ഞ് ഇറങ്ങി കിടക്കുന്നതുണ്ട്. കോടമഞ്ഞിൻ ചൂടൽ. ഓഹോ താഴ്വരയിൽ ഓഹോ.
അലവരാതി പാട്ട്. ആ പോട്ട് മതി. ഇനി ഇതിന് അപ്പുറം വരും. ബ്രേക്ക് ലാസ്റ്റിലേ എടുക്കാവും. ഓക്കെ, ഇവിടെ വേണം നോക്കാൻ. ഡി വന്നോ നോക്കണം, എന്നിട്ടേ വണ്ടി എടുക്കാവും. പിന്നെ ബ്രേക്ക് എടുത്തിട്ടേ വണ്ടി എടുക്കാവും. എല്ലാ ഇ വി തന്നെ, ഈ സിസ്റ്റം തന്നെ എല്ലാ ഇ വി ഇത് തന്നെ. ഇ വി അല്ല, ഇത് ഓട്ടോമാറ്റിക്കിൻ്റെ സിസ്റ്റം. ആ, ഇപ്പുറത്തെ ടയർ സൂക്ഷിക്കുക. ഓട്ടോമാറ്റിക്കിൻ്റെ സിസ്റ്റമാണ്, അല്ലാതെ ഇ വിക്കുള്ള സിസ്റ്റം ഒന്നുമല്ല. എല്ലാം ഓട്ടോമാറ്റിക്കും ഇങ്ങനെയാണ്. ബാക്കോട് പിടിച്ചാണ്. അതാ നമ്മൾ കുറേ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ ചെയ്യുമ്പോൾ ശരിയാവും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ട് വയ്ക്കും നീട്ടും. കുറേ കാലം അങ്ങനെ ആവും. പക്ഷെ അത് ചെയ്ത് ശീലമാകുമ്പോൾ പിന്നെ റെഡിയായിരിക്കും. മഴ കാരണം എല്ലാവരും ഒളിച്ചളയും. വലിയ തണുപ്പൊന്നും ഇല്ലല്ലേ? 27 ഡിഗ്രി. അതിൽ ഡിഗ്രി ഉണ്ടോ? ആമൂടി 27. ഓ, ഈ പാറയൊക്കെ ഇടിഞ്ഞു വന്നാൽ എങ്ങനെ ഇരിക്കും? കുറേ കാലത്തേക്ക് ഇതുവഴി യാത്ര ഉണ്ടാകില്ല. ആ കർണാടകയിൽ ഒരുത്തൻ അർജുനൻ പോയല്ലോ. ഞാൻ പിന്നെ അതുവഴി പോയിരുന്നു. ഞാൻ ബോംബെ പോയിട്ട് വന്ന, ബോംബെയിലല്ല, ഞാൻ ഗോവയിൽ പോയിട്ട് വന്നാല് ആ റൂട്ടിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ കാരൂർ 40 പേര് ചത്തില്ലേ, അത് കഴിഞ്ഞ് അതിലേ വന്നു. കാരൂര് 40 പേര് ചത്ത മണ്ണിടിച്ചു. ചാമ്പട് മറ്റേ വിജയൻ്റെ. എടാ, ഞാൻ വീഡിയോ ഇട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് കാണേണ്ട കാര്യമുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഫൈൻ 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 ഫൈൻ. സ്ഥലത്തിന് വല്ല പേരും ഉണ്ടോ? ഗവി പോകുന്ന വഴി, മൂഴിയാർ അണക്കെട്ടിന്റെ ഭാഗം. കാശ്മീരിൻ്റെ ഏരിയ ആയിരിക്കും താഴെ ചിലപ്പോൾ. ഇത് ശബരിമലയാണോ അപ്പുറമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ പൊന്നമ്പലമേടിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരും തോന്നുന്നു. ശബരിമല ആയിരിക്കണം അപ്പുറം. ഞാനൊരു ഫോട്ടോ കണ്ട്. ആ പോട്ടെ പോട്ടെ പോട്ടെ. നെറ്റ് വന്നല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോട്ടെ പോട്ടെ. ലൈനൊക്കെ പോയിട്ടുണ്ട്. ടവർ വെച്ചിട്ടുണ്ട്. ആ കിട്ടിയ അടിപൊളി ഫോട്ടോ അല്ലേ? 4 പേരുണ്ട്. എൻ്റെ എയർടെല്ലുണ്ട്. ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിലായില്ല. പൈസ കിട്ടണം. ആ, എൻ്റെ പോസ്റ്റ് പെയ്ഡാണ്. എയർടെല്ലില്ല കേട്ടോ, ജിയോയേ ഉള്ളൂ.
പോസ്റ്റ്-പെയ്ഡ് എയർടെല്ലാണ്. ഇന്ത്യ മുഴുക്ക കിട്ടുന്ന അത് മാത്രമേ കിട്ടൂ കേട്ടോ, എയർടെൽ. ഇന്ത്യ മുഴുക്ക ഇൻക്ലൂഡിങ് ബോർഡറിൽ, ചൈനീസ് ബോർഡറിൽ, സിക്കിം ബോർഡറിലെല്ലാം കിട്ടും. വേറെ ഒന്നും കിട്ടില്ല. അതും പോസ്റ്റ്-പെയ്ഡ് ആണെങ്കിൽ വിദേശത്ത് പോയാലും കിട്ടും. എനിക്ക് അങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റി കേട്ടോ. ഭൂട്ടാനിലേക്ക് നടന്നു പോയി, മനസ്സിലായില്ലേ? ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് ഫോൺ ചെയ്തു. ഇന്നനാളുടെ കാളായി അവർ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ നിന്നാണ് ആ പെൻ സ്റ്റോക്ക് തുടങ്ങുന്നത്. അത് സാരമില്ല. ആനത്തോട്, കൊച്ചു പമ്പ, അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കരുത്. അത് നടുക്കാക്കി പോകാൻ നടുക്കാക്കി ചിലപ്പം കയറി പിടിക്കുള്ളൂ. ടയറിനകത്താകുമ്പോൾ തുടങ്ങുന്നു. അങ്ങനെ ഒരു കിളിയെ ആദ്യമായിട്ട് കണ്ടു. കാക്ക പോലും ഇല്ല. ഇതിനകത്ത് ചിലപ്പം ചെറിയ ഇത് കാണും, അതുകൊണ്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് റേഞ്ച് കിട്ടിയത്. ഈ സാധനത്തിനകത്ത് ചെറിയ റിസീവർ വെച്ചിട്ടുണ്ടായിരിക്കും മൊബൈലിൽ. കൊച്ചു പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെന്തോ ആനത്തോട, ആനക്കയം, കൊച്ചു പമ്പ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മഴയിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്നുണ്ട് ഇപ്പോഴും. വലിയ മരം മാറി. അയ്യോ ഒന്ന് നിർത്തിയേ, ഒന്ന് നിർത്തൂ. ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റൂ? ഓഫ് ചെയ്യാനല്ലേ? ഓഫ് ചെയ്യാനൊന്നും വേണ്ട. വേണ്ട. നിങ്ങൾ പാർക്കിംഗ് ഇടണം, ബ്രേക്ക് ഇടണം. ഓഫ് ചെയ്തെന്നും പറഞ്ഞ് കറണ്ടിലാവുമൊന്നും ഉണ്ടാവില്ല. കൊള്ളാം, അടിപൊളി. കൊച്ചു പമ്പയ്ക്ക് പോകുന്ന വഴിയാണ്. മൂഴിയാർന്ന് കൊച്ചു മുംബൈയിലോട്ട് പോകുന്ന വഴിയാണ്. അടിപൊളി അടിപൊളി. എടാ ഇതെടുത്ത പുൽപ്പാടം അതൊക്കെ എടുത്ത് അതൊക്കെ വലുതാക്കി എടുത്തു. പുലിയൊക്കെ അവിടെ കാണാം. അവിടെ പുലിയും കടുവയൊക്കെ അവിടെ കാണാം. ഇത് വാഗബണിൽ ഇതുപോലെയാണ് കുന്നുകളെ. ഈ സാധനമൊക്കെ ഈ ടൂറിസത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഈ സാധനം അവിടെ റിസോർട്ടുകളൊക്കെ പണിഞ്ഞ്. ബ്രേക്ക് പിന്നെ എടുക്കാവൂ. ബ്രേക്ക് കാല് വെച്ച് നിങ്ങൾ മറ്റേ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വണ്ടി എടുക്കാവും. അല്ല ഇത് എടുക്കാവും, ഗിയർ ഇടാവും. ഓക്കെ, വിട്ടോളൂ.